അവരും മസ്ജിദുൻ നബവിയിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് എല്ലാവരും കരഞ്ഞുകൊണ്ടോടുകയാ. പടച്ചവനെ, ഒരാൾ പോലും സമാധാനിപ്പിക്കാനില്ല. എല്ലാവരും കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. ഈ മഹല്ലിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ കരയല്ലേ എന്ന് പറയാറ്, കണ്ണുനീര് തുടയ്ക്കാൻ, ഒന്ന് സമാധാനിപ്പിക്കാമെങ്കിലും ഒരാൾ കാണുമല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ മദീന മുഴുവനും കരയുകയാണ്. സമാധാനിപ്പിക്കാൻ ഒരാൾ പോലുമില്ല. പടച്ചവനെ, അങ്ങനെ സമാധാനിപ്പിക്കേണ്ടവരുണ്ടല്ലോ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിൽ തന്നെ ഇല്ല. അല്ലാഹുവേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആരാണടാ മുഹമ്മദ് നബി, എന്റെ റസൂലുള്ള വഫാത്തായെന്ന് പറയുന്നത്? ആ പറയുന്നവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ തളർന്നു കിടക്കുകയാണ്. അലിയാർ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. ബിലാൽ തങ്ങൾ കരയുകയാണ്. സഹാബത്ത് മുഴുവനും കരയുകയാണ്. സമാധാനിപ്പിക്കാൻ പോലും ഒരാളില്ല, സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ല. ഒരു നാട് മുഴുവനും കരയുകയാണ്. പടച്ചവനെ, തിങ്കളാഴ്ച രാവിലെയാണ് നബി തങ്ങൾ വഫാത്തായത്. തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയായി 3 ദിവസമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ വെച്ചത്. എന്തുകൊണ്ടാണ് 3 ദിവസം വെക്കാനുള്ള കാരണമെന്നറിയുമോ? നേതാവില്ലടോ, നേതാവില്ലടോ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പടച്ചവനെ, മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? എവിടെയാണ് ഖബറടക്കേണ്ടത്? ആരാണ് ഖബർ കുടിക്കേണ്ടത്? ഒരു നേതാവില്ലടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ഇസ്ലാമിനൊരു നേതാവില്ല. അതുകൊണ്ടാണ് 3 ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനാസ അവിടെ തന്നെ വെച്ചിരുന്നത്. അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങളുടെ സ്വഭാവം എന്തെന്നറിയുമോ? വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയാണ്, മനസ്സുലോലമായ സ്വഹാബിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുകയാണ്. പടച്ചവനെ, ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുകയാ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് കയറുകയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറിയിട്ടു ഉസ്മാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പടച്ചവനെ, അങ്ങനെ പ്രവാചകന്റെ മരണം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനാസ കുളിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കേണ്ടത്. ആ പ്രവാചകന്റെ വീടിനകത്ത് തന്നെ ഖബർ കുടിക്കുകയാണ്. പടച്ചവനെ, പ്രവാചകന്മാരുടെ മയ്യത്ത് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. എല്ലാവരും സ്വന്തമാണ് നിസ്കരിക്കേണ്ടത്. പ്രവാചകന്റെ ജനാസയ്ക്ക് സ്വന്തമായി എല്ലാവരും നിസ്കരിച്ചു. അവസാനം തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച രാത്രിയായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട ശരീരമുണ്ടല്ലോ, അതാ പടച്ചവനെ ഖബറടക്കുകയാണ്. പ്രവാചകന്റെ ജനാസ ഖബറടക്കി. ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയായി, നേതാവായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയായി, നേതാവായി അധികാരമേൽക്കുകയാണ്. അവിടുന്ന് ഭരണം നടത്തുകയാണ്. 2 വർഷവും 3 മാസവും
2 വർഷവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിരിക്കുകയാണ്. പടച്ചവനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ മരണമെടുത്തെന്നു പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ചു, ഇനി ഒരു നേതാവ് വേണമല്ലോ. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമതൊരു നേതാവ് വേണമല്ലോ. പടച്ചവനെ ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണമല്ലോ. ഇല്ലെങ്കിൽ പ്രവാചകന്റെ ജനാസ വെക്കാനുള്ള കാരണം നേതാവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഉത്തമനായ, ഒരു യോഗ്യനായ ഒരു മനുഷ്യന്റെ കയ്യിൽ അധികാരം കൊടുക്കണമല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ചു ഒരാളെ തെരഞ്ഞെടുക്കാൻ. അങ്ങനെ അബൂബക്കർ തങ്ങളെ തെരഞ്ഞെടുത്തത് ആരെയെന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയാക്കാൻ തീരുമാനിക്കുകയാണ്. പടച്ചവനെ, ഉമർ നല്ലവനാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ചു, ഉമർ നല്ലവനാണ്. പരസ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഉമർ നല്ല ഒരു മനുഷ്യനാണ്. എനിക്ക് ഉമറിനെ വലിയ പരിചയമില്ല. സാധാരണ കാണുന്നത് പോലെ എപ്പോഴും പള്ളിയിലും അവിടെയും ഇവിടെയും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ നല്ലവനാണോ? എനിക്കറിയില്ലല്ലോ. രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ്? എനിക്കറിയില്ലല്ലോ. പടച്ചവനെ, അല്ലാഹുവിനെ പേടിയില്ലാത്തവനാണെങ്കിൽ, രഹസ്യമായ ജീവിതത്തിൽ നല്ലവനല്ലെങ്കിൽ എങ്ങനെയാണ് അധികാരം കൊടുക്കുന്നത്? അതുകൊണ്ട് ഈ ഉമറിനെ കുറിച്ച് അറിയണമല്ലോ, ഈ ഉമറിനെ കുറിച്ച് പഠിക്കണമല്ലോ, ഈ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് അറിയണമല്ലോ. അതിനെന്ത് ചെയ്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. എന്തിനാണ് ഉസ്മാനിനെ വിളിച്ചതെന്നറിയുമോ? ഈ ഉസ്മാൻ തങ്ങളും ഈ ഉമർ തങ്ങളും രണ്ടുപേരും ഫ്രണ്ട്സുകളാണ്. ഈ ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും കൂട്ടുകാരാണ്. ഇവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവര് രണ്ടുപേരും ചങ്ങാതിമാരാണ്. ഒരു കൂട്ടുകാരനെ കുറിച്ച് അറിയണമെങ്കിൽ കൂട്ടുകാരനോട് ചോദിച്ചാലല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാൻ, എന്റെ മരണമെടുക്കുന്ന ഉസ്മാൻ അധികാരം ഉമറിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണെന്ന് എനിക്കറിയാം. രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല. നിനക്കറിയാ. നീ കൂടെ നടക്കുന്നവനാണ്, നീ ഉമറിന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് ഉസ്മാനെ, അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരുമോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. സത്യം ചെയ്തിട്ട് പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാ, എന്റെ കൂട്ടുകാരൻ ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാണ്, ഉമർ നല്ലവനാണ്, ഉമർ നല്ലവനാണ്, ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാണ്. ഞാനാണ് സാക്ഷി പറയുന്നത്. ധൈര്യമായിട്ട് അധികാരം കൊടുക്കാം, ധൈര്യമായിട്ട് അധികാരം കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ
അലന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നീ മരണപ്പെട്ടതിന് ശേഷം നീ നല്ലവനാണെന്ന് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് അള്ളാഹുടെ മുമ്പിലെത്തുമ്പോ, ദൈവത്തിന്റെ മുമ്പിലെത്തുമ്പോ അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ ഇവൻ നല്ലവനാണ്, ഇവള് നല്ലവളാണ് എന്ന് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആളാരാണെന്നറിയുമോ? നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നമ്മുടെ കൂടെ നടക്കുന്ന ചങ്ങാതി പറയണം, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പറയണം, നമ്മൾ നല്ലവനാണെന്ന്. നമ്മൾ നല്ലവനാണെന്ന് അള്ളാഹുവിനോട് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകാരൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമോ? നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവൻ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയാൻ ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ചങ്കാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടുകാരനുമായിട്ട് ഇന്ന് രാത്രി ഒന്ന് പിണങ്ങിക്കേ. നീ നല്ലവനെന്ന് പറയുന്ന ഈ ചങ്ങാതിയുമായി ഇന്ന് രാത്രി നീ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, രണ്ടുപേരും കൂടെ വഴക്കുണ്ടായി പിരിഞ്ഞു. നാളെ അവൻ റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം മുഴുവനും വിളിച്ചു പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകാരതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ? ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വന്നപ്പോ വീടി വലിച്ചിട്ടല്ലോ. നീ എവിടെന്നാ പഠിച്ചത്? നിന്റെ കൂട്ടുകാരനല്ലേ കുറ്റി വീടി എന്നിട്ട് വലിക്കാൻ പറഞ്ഞേ. നിനക്ക് തുളസി പിടി തിന്നാൻ പഠിപ്പിച്ചത്, നിന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, നിന്നെ ബിയർ കുടിക്കാൻ പഠിപ്പിച്ചത്, നിന്നെ ഇന്ന് കഞ്ചാവും മയക്കുമരുന്ന് വരെ എത്തിച്ചത്, നിന്നെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത്, നിന്നെ പാപങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ്. നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് നമ്മളെ ഇതെല്ലാം പഠിപ്പിച്ചത്. എന്നാ നല്ല കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? ഈ മക്കാമിന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ കൂട്ടുകാരൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, ഇന്ന് നീ സുബഹി നിസ്കരിച്ചോ എന്നോ, തഹജ്ജുദ് നിസ്കരിച്ചോ എന്നോ, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചോ എന്നോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ പാരായണം ചെയ്തോ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? പെങ്ങളെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? രണ്ട് കൂട്ടുകാരെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. രണ്ട് കൂട്ടുകാരെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, നേരം വെളുത്താൽ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോവുകയാണ്. അതാ രാത്രിയായപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനായ സ്വഹാബി അതാ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, സഅദ് ഇബ്നു അബീ വഖാസ്, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാണ്. എന്തിനാ? കള്ള് കുടിക്കാനല്ല, കഞ്ചാവ് അടിക്കാനല്ല, രാത്രി 1 മണി വരെ കടത്തിണ്ണയിൽ പോയിരിക്കാനല്ല, പടച്ചവനെ വൃത്തികേടുകൾ ചെയ്യാനല്ല. പാതിരാത്രിയിൽ ചെന്നിട്ട് തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഒളുവെടുക്കാറ്, പടച്ചവനെ ഒളുവെടുത്തു. രണ്ട് കൂട്ടുകാരും കൂടെ ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരുന്ന് നിസ്കരിക്കുകയാണ്. രണ്ടുപേരും നിസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളെ പറഞ്ഞു, സഅദ്, നേരം വെളുത്ത് കഴിഞ്ഞ നമ്മൾ രണ്ടുപേരും രണാങ്കണത്തിലേക്ക് പോവുകയാണ്. ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല, ഇനി നമ്മൾ കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂട്ടുകാരാണ്. നിനക്കെന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, ഞാൻ ആമീൻ പറയാ. എനിക്ക് വേണ്ടത് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള യോദ്ധാവായ ഒരു നേതാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാറ്. പടച്ചവനെ, എനിക്കവനെ പരാജയപ്പെടുത്തണമല്ലാ.
എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. സഅദ് ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി ദുആ ചെയ്യുകയാണ്. അതാ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ആമീൻ പറയുകയാ. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെന്ന് പറഞ്ഞു, കൂട്ടുകാരാ ഞാൻ ദുആ ചെയ്യാൻ പോകുകയാ, നീ ആമീൻ പറയണു. അതാ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ആമീൻ പറയുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹ് നാളെ അങ്കണത്തിലേക്ക് പോകുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ പടച്ചവനെ കരുണയില്ലാത്ത ഒരുത്തനെ വേണം എനിക്ക് എതിരാളിയായി തരാറ്. അവന് മനുഷ്യത്വമില്ലാത്തവനായിരിക്കണം തമ്പുരാന്. അവൻ എന്റെ കൈവെട്ടി മുറിക്കണേ തമ്പുരാന്, എന്റെ കാല് മുറിക്കണേ തമ്പുരാന്, എന്റെ മൂക്ക് മുറിക്കണേ തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ അവന് കെട്ടിത്തൂക്കണേ അല്ലാ. പടച്ചവനെ എനിക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഒരു കൂട്ടുകാരൻ ദുആ ചെയ്യുകയാ. ആമീൻ പറഞ്ഞ് സലാം പറഞ്ഞ് പിരിഞ്ഞടോ. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടന്നു. യുദ്ധം അവസാനിക്കുമ്പോ സഅദ് ബിൻ അബീ വഖാസ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ സ്വീകരിച്ചല്ലോ. ഏറ്റവും വലിയ നേതാവിനെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ. പടച്ചവരെ സന്തോഷമായി. ഇനി അറിയേണ്ടത് ചങ്ങാതിയെ കുറിച്ചാണ്. തന്റെ കൂട്ടുകാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചോ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടുമ്പോ പടച്ചവനെ അതാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. രണ്ട് കൈയും മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, മൂക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. പടച്ചവനെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങളുടെ ചെവിയുണ്ടല്ലോ മുറിച്ചിട്ടിങ്ങനെ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. 80ഓളം വെട്ടുകൾ ശരീരത്തിലുണ്ട്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോഴാ അവിടെന്ന് പറഞ്ഞു, സഅദ് അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് പറയാം, എന്റെ കൈ കൊടുത്തെന്നു, എന്റെ കാല് കൊടുത്തെന്നു, എന്റെ ചെവി കൊടുത്തെന്നു, എന്റെ മൂക്ക് കൊടുത്തെന്നു, എന്റെ ജീവൻ കൊടുത്തെന്നു. എനിക്ക് അല്ലാഹുവിനോട് പറയാ, സഅദ് നീയാണടാ സാക്ഷി, സഅദ് നീയാണടാ സാക്ഷി. എനിക്ക് വേണ്ടി പടച്ചവനോട് ഞാൻ നല്ലവനായിരുന്നു എന്ന് നീ സാക്ഷി പറയണേ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല ഒരു ഫ്രണ്ടിനെ വേണം തെരഞ്ഞെടുക്കാൻ. നന്മ ചെയ്യിപ്പിക്കുന്നവന്, നല്ല കാര്യങ്ങൾ പറയുന്നവന്, മോശമായ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാത്തവന്. നീ എന്തെങ്കിലും ഒരു മോശമായ പ്രവർത്തനം ചെയ്താൽ അതിൽ നിന്ന് നിന്നെ നന്നാക്കുന്നവന്, നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാത്തവന്, അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ വേണം തെരഞ്ഞെടുക്കാൻ. അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ തെരഞ്ഞെടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നമ്മളിൽ പലരും പറയും, ഉസ്താദേ അവൻ കള്ള് കുടിക്കും, ഞാൻ കുടിക്കാറില്ല. അവൻ വ്യഭിചരിക്കും, ഞാൻ വ്യഭിചരിക്കാറില്ല. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഞാനൊന്നും ചെയ്യാറില്ലല്ലോ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഏതെങ്കിലും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു പെൺകുട്ടിയോ വിളിച്ചിറക്കി കൊണ്ടുവരാൻ നീ കൂട്ടുനിൽക്കുന്നവനല്ലേ കൂട്ടുകാരാ? എടാ, നിനക്കും അമ്മയും അച്ഛനും ഉണ്ടല്ലോ, നിനക്കും പെങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവന്റെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അടിച്ചുകൊണ്ടുവരാൻ കൂട്ടുനിൽക്കുന്ന ചെറുപ്പക്കാരാ, എടാ എന്തിനാണ് നീ ചെയ്തതെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാര് പറയും, അവൻ എന്റെ ഫ്രണ്ടല്ലേ ഉസ്താദ്. പെങ്ങളെ, കോളേജിലും സ്കൂളിലും പോകുന്ന കൂട്ടുകാരികളെ പഠിപ്പിക്കാറ്, അവൾക്ക് കൂട്ടുനിൽക്കുന്ന, അവൾക്ക് കാവൽ നിൽക്കുന്ന, അവൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നത്, അവൾ എന്റെ ഫ്രണ്ടല്ലേ ഉസ്താദ്. ഏത് വൃത്തികേടിനും നീ കൂട്ടുനിൽക്കുമല്ലോ, ഏത് മോശമായ കാര്യങ്ങൾക്കും നീ കൂട്ടുനിൽക്കുമല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ,
പറയുകയാ, യാ വൈലതാ ലൈതനീ ലമ്മ തഖദു ഫുലാനൻ ഖലീലാ. നീ ശപിക്കുമടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, നീ ശപിക്കും പെങ്ങള്, നീ ശപിക്കും പെങ്ങള്. അള്ളാന്റെ കോടതിയിൽ നിന്നിട്ട് നീ പറയുന്നു, യാ വൈലതാ, എന്റെ നാശമേ, എന്റെ നാശമേ, ലൈതനീ ലമ്മ തഖിദു ഫുലാനൻ ഖലീലാ. നിന്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. നിന്നെ കൂട്ടുകാരനാക്കണ്ടായിരുന്നു, നിന്നെ കൂട്ടുകാരിയാക്കണ്ടായിരുന്നു. എന്റെ നാശമേ, നശിച്ചു പോയല്ലോ എന്ന് നാളെ പരലോകത്ത് കിടന്ന് കരയുമെന്ന് ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് നല്ല കൂട്ടുകാർക്ക് റബ്ബ് തരുന്ന പ്രതിഫലമെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നല്ല കൂട്ടുകാർക്ക് കിട്ടുന്ന പ്രതിഫലമെന്താ? നല്ല കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? നാളെ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ അർശിന്റെ നാട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. നബി തങ്ങൾ അതിന്റെ മഹത്വം പറയുകയാ. നബി തങ്ങൾ അതിന്റെ മഹത്വം പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആ സിംഹാസനം പ്രവാചകന്മാർക്കുള്ളതാണോ, അമ്പിയാക്കന്മാർക്കുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. അത് ശുഹദാക്കൾക്കുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. സ്വഹാബാ, 1,24,000 പരമ്പരന്ന പ്രവാചകന്മാർ അവര് കൊതിക്കും ആ സിംഹാസനം ഒന്ന് കിട്ടാൻ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാക്കൾ കൊതിക്കുമാ ഇരിപ്പിടമെന്ന് കിട്ടാൻ. അവര് പോലും കൊതിക്കുമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആർക്കുള്ളതാ നബിയേ? ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഹും ഖൗമുൻ തുഹാബ്ബു ബിറൂഹില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്കുള്ളതാ, അള്ളാഹിന് വേണ്ടി സ്നേഹിച്ചവർക്കുള്ളതാ. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു നല്ല കൂട്ടുകാരിയെ തെരഞ്ഞെടുത്താൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടല്ലോ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാ, പേടിച്ച് വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന അള്ളാന്റെ കോടതി കൊണ്ട് ചെറുപ്പക്കാരാ, നീ പറയുന്നത് വല്ലാത്ത ചൂടാണെന്നാ. ഉസ്താദേ, വല്ലാത്ത ചൂടാണ്, ശരീരം വിയർക്കുകയാണ്. എപ്പോഴാ പറയുന്നതെന്നറിയുമോ? നിന്റെ തലയുടെ 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായപ്പോഴും നീ പറയുന്നത് ചൂടെടുക്കുന്നെന്ന, ശരീരം വിയർക്കുന്നെന്ന. എന്നാ ഇതൊന്നും ഒരു ചൂടല്ല വാപ്പാ. ചെറുപ്പക്കാരാ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. ഇന്റെ തലയുടെ മുകളിൽ 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് അള്ളാഹുവിന്റെ കോടതിയിൽ നീ ചെല്ലുമ്പോ അത് താഴ്ത്തുകയാ. ഒരു ചാണ് മുകളില്, നിന്റെ തലയുടെ ഒരു ചാണ് മുകളില് ഈ സൂര്യന് അള്ളാഹു താഴ്ത്തുന്ന ദിവസമാണ് മഹ്ശറ. അവിടെയാണ് ചൂടുള്ളത്, അവിടെയാണ് വിയർപ്പുള്ളത്. നിന്റെ തലയുടെ ഒരു ചാണ് മുകളിൽ ഈ സൂര്യനെ അല്ലാഹു താഴ്ത്തുന്ന ദിവസമുണ്ടല്ലോ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള.
സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ ഇഷ്ടികയുടെ നിറം എങ്ങനെയാണ് ചുമപ്പായത് അത് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ ചൂളയൊന്നും ഒന്നുമല്ല വാപ്പാ ചെറുപ്പക്കാരാ കാളവണ്ടി കണ്ടിട്ടില്ലേ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുന്നത് കാണാറില്ലേ എന്നാ നാളെ കാളയുടെ വായിൽ നിന്നല്ല മനുഷ്യന്റെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്നത് നിനക്ക് കാണാ പെങ്ങളെ ചോറ് വെക്കുന്നവളല്ലോ കലത്തിനകത്ത് കടന്ന് ചോറ് തിളച്ചു മറിയുമ്പോ അടുപ്പിന്റെ തീ കുറയ്ക്കുന്ന ഉമ്മ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ ആ ചെമ്പിന്റെ തറയില് ഉരുണ്ട ഭൂമി അല്ലാഹു പരത്തുമല്ലോ എല്ലാവരും നിൽക്കുന്ന അള്ളാന്റെ കോടതിയില് അന്ന് ഇതുപോലെ ഒരു സിംഹാസനമുണ്ടോ അന്നൊരു സ്റ്റേജേ ഉള്ളൂ കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുന്ന അള്ളാന്റെ കോടതിയിൽ ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ ആ സിംഹാസനത്തിന്റെ താഴെ ഒരു സ്റ്റേജ് കാണാ അവിടെ ഇതുപോലെ കസേര നിരത്തിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റൂല എല്ലാവർക്കും അന്നത്തെ സ്റ്റേജിൽ സ്ഥാനമില്ല സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി 7 വിഭാഗം ആൾക്കാർ 7 വിവിഐപികളാണുള്ളത് 7 വിവിഐപികളാണുള്ളത് ആ വിവിഐപികൾക്കാണ് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള ആ സ്റ്റേജിനകത്ത് സ്ഥാനം കിട്ടുന്നത് ആ 7 പേരിൽ ഒരാൾ ആരാണെന്നറിയുവോ 2 കൂട്ടുകാരാ 2 ഫ്രണ്ട്സുകളാ അവരല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചവരാ അവരല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാ അവര് നന്മ ചെയ്തവരാണ് അവര് നല്ല കാര്യങ്ങൾ ചെയ്തവരാണ് അത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് നന്മയ്ക്ക് വേണ്ടി കൂട്ടുനിന്നവരാണ് അവര് പടച്ചവന് അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാ അവർക്ക് അർശിന്റെ താഴെ ഒരു സ്ഥാനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ 2 കൂട്ടുകാര് എടാ നീ പള്ളി കണ്ടില്ലല്ലോ നിന്നെ നിസ്കരിക്കാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ കൊണ്ടുപോകുന്നവൻ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവൻ ഏതെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്യുമ്പോൾ അവന്റെ കൈ പിടിച്ചിട്ട് ഇത് പാപമാ ചെയ്യരുത് ഇത് മോശമാണ് ചെയ്യാൻ പാടില്ല 1 വട്ടം പറഞ്ഞു 2 വട്ടം പറഞ്ഞു 3 വട്ടം പറഞ്ഞു എന്നിട്ടും അവൻ ചെയ്യാ എന്ന അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുക നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല നീ ചെയ്യുന്ന പാപത്തിനോടുള്ള വെറുപ്പ് കള്ളു കുടിക്കുന്നവനുമായിട്ട് നമുക്കെന്ത് ബന്ധം എല്ലാ മതമെടുത്തു നോക്കിയാലും കള്ളു കുടിക്കാൻ പാടില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളത് ആരാ പറയും നല്ലതാണെന്ന് കള്ളു കുടിക്കുന്നവനുമായിട്ട് എന്ത് ബന്ധം നമുക്ക് അപ്പൊ നീ പറയും ഉസ്താദെ ഞാൻ കുടിക്കാറില്ല ഞാൻ കള്ളിച്ചാപ്പി പോകും അവൻ കള്ളു കുടിക്കും ഞാൻ കപ്പയും മീനും തിന്നും എന്ത് ന്യായം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശമായ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിച്ച് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്ക് നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ നല്ലവനായിരുന്നു എന്ന് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് അല്ലാഹു അങ്ങനെ ഒരു കൂട്ടുകാരനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നല്ലൊരു കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല 2 നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട 2ാമത്തെ ആളാരാ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയേണ്ട 2ാമത്തെ ആളാരാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 5ാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ കണ്ണ് നിറയാതെ ഒരാൾക്ക് പോലും അത് വായിച്ചു തീർക്കാൻ കഴിയില്ല അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണമടുത്തിരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചെന്ന് കുളിക്കുകയാ മരണത്തിന് വേണ്ടി നല്ലതുപോലെ ഒരുങ്ങുകയാണ് എന്നിട്ട് വീടിന്റെ റൂമിനകത്ത് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ വിളിക്കുകയാണ് തന്റെ ഭാര്യയോട് പറഞ്ഞു പെണ്ണേ എന്റെ മരണമടുത്തിരിക്കുകയാ പൊരുത്തം ചോദിക്കുകയാ യാത്ര പറയുകയാ ഉപദേശങ്ങൾ കൊടുക്കുകയാ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങി 8 വാതിലടക്കി
നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നു, ഞാൻ ഈ സമയത്തല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, ഈ അവസാന സമയം ഞാനല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? എന്തിനാണ് എന്നെ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഇന്നി അറാ, അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, അതുകൊണ്ട് നീ റൂമിന്റെ വാതിലടച്ച് പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഫാത്തിമ മനസ്സില്ല മനസ്സോട് ഭർത്താവ് പറഞ്ഞതാണല്ലോ, വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്, വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ലടോ, ഒളിഞ്ഞു നോക്കുകയാണ്. ആരാണ് ഭർത്താവിനെ കാണാൻ വരുന്നത്? ഭർത്താവ് എന്താണ് പറയുന്നത്? അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമ നോക്കുമ്പോ തന്റെ ഭർത്താവ് സലാം പറയുകയാണ്. ആരോടാ? ഭാര്യയോടല്ല, മക്കളോടല്ല, കൂടപ്പറപ്പുകളോടല്ല, കുടുംബക്കാരോടല്ല, നാട്ടുകാരോടല്ല. അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനോട് സലാം പറയുകയാ. ഭാര്യ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഖുർആനിലെ ഒരായത്ത് ഓതുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മരിക്കുന്ന സമയത്ത് ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, ഖുർആനിലെ ആയത്ത് ഓതുകയാ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഫാത്തിമ നോക്കുമ്പോ തന്റെ ഭർത്താവ് തുണിയെടുത്ത് മുഖത്തിന്റെ മുകളിൽ ഇടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അനക്കമില്ലടോ, പിന്നെ അനക്കമില്ല. റൂമിനകത്ത് നിന്ന് ഒരു അനക്കവും കേൾക്കുന്നില്ല. ഭാര്യ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവ് കിടക്കുകയാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവ് കിടക്കുകയാ. പടച്ചവനെ, ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടുകയാണ്, കുടുംബക്കാർ മുഴുവനും ഓടിക്കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും പറയുന്നു, നല്ല മരണമാണ് കൊടുത്തത്. അസ്റായീലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്തോടി ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. എല്ലാവരും നല്ലത് മാത്രം പറയുകയാ. മരണ വീട്ടിൽ വന്നവര് മുഴുവനും നല്ലത് മാത്രം പറയുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ. എല്ലാവരും പറയുന്നു, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സുഗന്ധമാണ്, മുഖത്തെന്ത് പ്രകാശമാണ്. ചിരിച്ചുകൊണ്ട് കിടക്കുന്നല്ലോ, ഉറങ്ങുന്നവരെ പോലെ കിടക്കുന്നല്ലോ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അവിടത്തെ ജനാസ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കബറടക്കുകയാ. മയ്യത്ത് കബറടക്കി കഴിഞ്ഞപ്പോ ആ പള്ളിയിൽ കൂടിയവര് മുഴുവനും പറയുന്നു, നല്ല മരണമാണ് കിട്ടിയത്. ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചത്, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്, അസ്റായീലിനോട് സലാം പറഞ്ഞിട്ടാണ് മരിച്ചത്. എല്ലാവരും പള്ളിയിൽ നിന്നുകൊണ്ട് പറയുകയാ. എന്ത് ചെയ്തെന്നറിയുമോ? ഒരാളും വീട്ടിൽ പോയില്ല, ഒരാള് പോലും പിരിഞ്ഞു പോയില്ല. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. ആ മരണ വീട്ടിലേക്ക് തന്നെ എല്ലാവരും തിരിച്ചു ചെന്നു. എന്നിട്ട് വീടിന്റെ വെളിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ
ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം. പടച്ചവനെ, നീ ഇദ്ദയിലാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്തിനാണ് ഫാത്തിമ ഞങ്ങൾ വന്നതെന്നറിയോ? എന്തിനാണ് നിന്നെ വേദനിപ്പിക്കാമെന്നതല്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്റെ ഭർത്താവിന്റെ കബറടക്കിയിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് ഈ ജനങ്ങൾ മുഴുവനും വന്നതെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലെ ആയത്തോതിയല്ലോ, സഹാദത്ത് കലിമ പറഞ്ഞല്ലോ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് പ്രകാശമായിരുന്നു ഫാത്തിമ. പുഞ്ചിരിച്ചുകൊണ്ടാണ് നിന്റെ ഭർത്താവ് കടന്നത്. നിന്റെ ഭർത്താവിന്റെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു ഫാത്തിമ. എല്ലാവരും നിന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. അതുകൊണ്ട് ഫാത്തിമ, ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ഞങ്ങൾക്കും ഇതുപോലെ നിന്റെ ഭർത്താവിന് അല്ലാഹു കൊടുത്തതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞതാ. അതിനു വേണ്ടിയാണ് ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടെന്ന് പറയുന്ന ഖുസറിൽ നിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നത് എന്റെ ഭർത്താവായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് എന്റെ ഭർത്താവായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് എന്റെ ഭർത്താവായിരുന്നു എന്നെന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഒരു ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് ജനങ്ങൾ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ മറുപടിയാണ്, ലാകിൻ വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനേക്കാൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യരോ, എന്റെ ഭർത്താവിനേക്കാൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഭാര്യ വെറുതെ പറഞ്ഞതല്ല, ഭാര്യ തെളിവ് പറയുകയാ. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കിടപ്പറയിൽ കിടക്കുമ്പോ സംസാരത്തിന്റെ ഇടയില് ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് കരയുകയാ. നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, മസറ പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. ഇത് തന്നെയാ അള്ളയും പറഞ്ഞത്. താടിയല്ല, തടമ്പല്ല, തൊപ്പിയല്ല, വഅദല്ല. ആരാണ് വിശ്വാസി എന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്
അല്ലാഹുവിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമേ ആരാണ് വിശ്വാസി എന്നറിയുമോ? ആരാ ഈമാനുള്ളവനെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ട വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയം കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു വിടുകയാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് അവൻ അല്ലാഹുവിലേക്ക് തഖ്വൽ തൗബത പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞത് ഖബർ കേട്ടിട്ടല്ല.